എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തുടങ്ങാം. ഇപ്പൊ എങ്ങനെ തുടങ്ങണമെന്ന് തന്നെ അറിയത്തില്ല, അതാണ് ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരു നമസ്കാരം, എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് വീഡിയോ ചെയ്താലേ ഒക്കത്തുള്ളൂ. പക്ഷേ യൂട്യൂബ് ആ മാതിരി പണിയൊക്കെ തന്നു തുടങ്ങി. എനിക്കിപ്പോൾ 844 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അത് 1000 ആവണം, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകണം, പിന്നെ അത് എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരണം എന്ന ആഗ്രഹമുണ്ട്. നടക്കട്ടെ, ദൈവത്തെ അതൊക്കെ നടക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ എന്താണ് ഇത്ര നാളും വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ പ്രശ്നങ്ങളെ അപേക്ഷിച്ച് എൻ്റെ പ്രശ്നമൊന്നും അല്ല. ഇപ്പം തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മെസ്സി കേരളത്തിൽ വന്നില്ല, എന്തുകൊണ്ട്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ എവിടെയൊക്കെ ചെന്നെത്തും. അതുകൊണ്ട് പ്രശ്നം മാറ്റി വെക്കാം. അപ്പം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി മാറ്റി വെച്ചാലേ ഒക്കത്തുള്ളൂ. പിന്നെ നാട്ടുകാർ എന്തു പറയും? നാട്ടുകാരെന്തേലൊക്കെ പറഞ്ഞോട്ട്, അവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അവർ പറയേണ്ടതെല്ലാം പറയും, അവർ പറയട്ടെ. അപ്പം നമ്മൾ അതുകൊണ്ട് മൈൻഡ് ആക്കാതെ പോവുക എന്നതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ ഇനി മുതൽ വീഡിയോ ചെയ്താലേ ഒക്കും. എന്നുവെച്ചാൽ വാച്ച് അവർ തീരെയില്ല. 4000 വാച്ച് അവർ വേണമല്ലോ, വാച്ച് അവർ തീരെയില്ല. അപ്പം അതെങ്ങനെയായാലും അപ്പോൾ വലിയ വീഡിയോസൊക്കെ ഇട്ടാലേ കാര്യമുള്ളൂ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ വലിയ വീഡിയോസ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇരിക്കട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് വിഷയം. അപ്പോൾ ഞാൻ ദിവസം വിചാരിക്കും വീഡിയോ ചെയ്യണം, നടക്കത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നടക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അപ്പോൾ ഞാനെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണം, നീ ചെയ്യടാ എന്ന് വിചാരിക്കുന്നത് നടക്കുക. അപ്പോൾ കുറേ മോട്ടിവേഷൻ. ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത ഇതെങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം, ഏത് തരത്തിലുള്ള വീഡിയോസ് ഇടണം, ഏത് തരത്തിലുള്ള കണ്ടന്റ് ഇടണം, നല്ല നല്ല കണ്ടന്റ് വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രശ്നം അത് പറയല്ലോ വിചാരിക്കുമ്പോൾ അത് പറഞ്ഞു പോവുക. ക്ഷമിക്കുക, ആൾക്കാരെ ബോറടിപ്പിക്കുമെന്ന് അറിയാം. എന്നാലും എൻ്റെ പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ, അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ മാറി എന്ന് പറയാം. എന്ന് വെച്ചാൽ അവിടെ ഒരു പാമ്പ് അതൊരു പോകുന്നുണ്ട്, പറയാം. കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാണിക്കും. അത് പോയാട്ടോ, അത് കയറിപ്പോയി. വലിയ കാണിച്ചായിരുന്നു കേട്ടോ, അത് പോയി. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കുറിച്ചാകുമ്പോൾ പാമ്പിനെ കുറിച്ച് തന്നെ പറയാം. അതൊരു കണ്ടന്റ് ആയിക്കോട്ടെ. പറയാൻ കാരണം ഈ സാധനത്തിന് എനിക്ക് ഭയങ്കര പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ പേടിയുള്ള സാധനം വരെയില്ല. എന്നുവെച്ചാൽ പണ്ട് ഞാൻ സ്കൂള് കഴിഞ്ഞ് വരാൻ നേരത്ത് ഈ സാധനം ഇത് പഴയ വീടാണ്, ഓടിട്ട വീടാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ പഴയ വീട്ടിലാണ്. അപ്പോൾ ഇത് ഓടിട്ട വീടാണ്. അപ്പം ഈ വീട്ടിൽ ഉച്ച തൊട്ട്, ഞാൻ അന്നേരം സ്കൂളിൽ പോയിക്കോല്ലേ, ഉച്ച തൊട്ട് ഒരു പാമ്പിനകത്ത് ഒരു എലിയെ പിടിക്കാൻ കയറിയേക്കും. അത് എലിയൊട്ട് പിടി കൊടുക്കുന്നുമില്ല. പാമ്പ് കിടന്ന് ഇതിനകത്ത് കഥകളിയും നക്ഷത്ര എണ്ണലും എല്ലാം കളിച്ചോണ്ടിരിക്കുക ഇതിനെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ താഴെ നമുക്ക് ഇരിക്കുമ്പോൾ നമുക്കറിയാം ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടോ. അപ്പൊ ഇതൊന്നും അറിയാതെ ഞാൻ വരുക. അപ്പൊ ഹാളിനകത്തോട്ട് കയറി. അപ്പൊ അമ്മ എന്നേരം അടുക്കളയിൽ ചായ ഇട്ടോണ്ടിരിക്കുക. എന്നാലും ചായ കുടിക്കാൻ ചെന്നതാ ഞാൻ. ചായ കുടിക്കാൻ ചെല്ലിയും ഈ സാധനം അത്രയും നേരം എലിയെ പിടിക്കണ്ടായിരുന്നു, എലിയെ പിടിച്ചില്ല. ഞാൻ വന്ന് ആ സമയത്ത് ഈ എലിയെ പിടിച്ചോണ്ട് താഴെ എൻ്റെ മുന്നിൽ സാധനം വന്ന് വീണു. ഞാൻ എന്നിട്ട് ഒറ്റ ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടമാ. നോക്കാൻ നേരത്ത് ഞാൻ സാധനം വന്ന് വീഴാൻ നേരത്ത് നോക്കുന്നത് ഒരു ഉരുണ്ട് വഴികൊഴുത്ത ഒരു സാധനം വന്ന് എൻ്റെ മുന്നിൽ വന്ന് വീഴുന്നത്. ഞാൻ പേടിച്ചു പോയി. പക്ഷെ പെട്ടെന്നല്ലേ നമ്മുടെ മുന്നിൽ എന്തോ ഒരു സാധനം വന്ന് വീഴും. അത് പാമ്പാണോ എന്തോന്ന് അറിയത്തില്ല, പക്ഷെ ഒരു സാധനമാണ്. ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെച്ച ഈ സാധനം വന്ന് എൻ്റെ തലയിലോ വീണേനെ. ഭാഗ്യം വീണില്ല, ജീവനം കൊണ്ട് ഓടി, വളർക്കോട്ടാ ഓടുന്നത്. അപ്പൊ അമ്മ ഇത് എന്തു ഓടാന്നും പറഞ്ഞത് എന്റെ പുറകെ വരുന്നു. നോക്കാൻ തിരിച്ചു വന്ന് നോക്കുന്നത് ഇത് എലിയെ പിടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ആ എലിയെ പിടിച്ച് തിന്നിട്ട് ഈ സാധനം ഇറങ്ങി പോയത്. എന്ത് കുറെ വിഷമിച്ചന്ന്.
അങ്ങനെയാണ് കുറെ എന്തായാലും നല്ല ഇറങ്ങണം. ഫസ്റ്റ് വീഡിയോക്ക് ഒരു പാമ്പ് വന്നു. എന്തായാലും ഐശ്വര്യമുണ്ട്, ഐശ്വര്യം ഉണ്ടാവട്ടെ പാമ്പിനെയും കൊണ്ട്. എന്തായാലും അതങ്ങ് പോയി, നമ്മൾ അതിനെ ശല്യം ചെയ്യേണ്ട, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും. നമ്മൾ അതിൻ്റെ ആയിക്കോട്ടെ, അത് അതിൻ്റെ കാര്യം നോക്കി അതിന് പോയിക്കോളും. ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനിങ്ങനെ നമ്മൾ ഞാനൊരു ഇതൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോണുണ്ട് എൻ്റെ ചെയ്യത്തുള്ളൂ, നല്ല സ്റ്റാൻഡ് ഉണ്ടായാലേ ഞാൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ മൈക്ക് ഉണ്ടായാലേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കത്തില്ല. അതൊക്കെ നല്ല ഷർട്ട്, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളാമോ, നാട്ടുകാരെന്തോ പറയും, അല്ലെങ്കിൽ എന്തോ വിചാരിക്കും എന്നൊക്കെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തുമില്ല. ഞാൻ വീഡിയോ ഒന്നും ഒരിക്കലും ചെയ്യത്തില്ല. അപ്പം എനിക്ക് ഇന്ന് ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്യുക, അത് എത്ര തെറ്റുണ്ടായാലും ഒന്നും ഒരു കുഴപ്പമില്ല, അങ്ങ് ചെയ്യുക. പിന്നെ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ഇന്നലെ രാത്രി മൊത്തം കിടന്ന് ചിന്തിക്കുക. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എങ്ങനെ എടുക്കും, എങ്ങനെ പറയും, നല്ല സൗമ്യമായിട്ട് നല്ല അച്ചടി ഭാഷയിൽ അങ്ങ് സംസാരിച്ചാൽ മതിയോ, എങ്ങനെ സംസാരിക്കാം. ഞാൻ വിചാരിച്ച് എൻ്റെ ആയിട്ട് രീതിയിൽ അങ്ങ് സംസാരിക്കാം. അപ്പോൾ നമ്മളായിട്ട് എന്നെ സംസാരിക്കുക. ഇപ്പം എന്തുണ്ട് വെച്ച് ചെയ്യുക, ഇല്ലാത്തന്നെ ഓർത്ത് വിഷമിക്കരുത്. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെക്കാം, അത് നിങ്ങളൊന്ന് കാണണം. അപ്പം അതിനകത്ത് ആ പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഇന്ന് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം, അല്ലെങ്കിൽ ചെയ്തേക്കൂ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ചെയ്യുക, ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിക്കരുത്. പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ, ഞാൻ ഇവിടെ വെക്കാം. ഇവിടെ കയ്യിലുള്ളത് വെച്ച് ഉണ്ടാകാൻ നോക്ക് എന്നാണ് റോബർട്ട് റോഡ്രിഗസ് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ എന്തില്ല എന്ന് ഓർത്ത് ബേജാറാകാതെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ച് ചിന്തിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു വാർത്ത. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിന്റെ എല്ലാം ഒരു ലിസ്റ്റ് എടുക്കുക. നമ്മുടെ വീട്, വീട്ടിലെ പട്ടി, അയലത്തെ ചേച്ചി, അങ്ങനെ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന എന്തും നമ്മൾ കണ്ടുപിടിക്കുക. അതിപ്പോ അച്ഛന്റെ കടയോ, വഞ്ചി പൊട്ടിച്ച പണമോ, അല്ലെങ്കിൽ പണിയില്ലാത്ത ഫ്രണ്ട്സോ, എന്താണെങ്കിലും എല്ലാവരുടെയും ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിനെ ചുറ്റിപ്പറ്റി ഒരു കഥ എഴുതാൻ പറ്റും, ആ കഥ എഴുതുക, ആ കഥ ഷൂട്ട് ചെയ്യുക. ഇതാണ് പരിപാടി, വളരെ സിമ്പിൾ പരിപാടി. അതായത് നമ്മുടെ ലിമിറ്റേഷൻ നിന്നുകൊണ്ടുള്ള കലാപരിപാടി. പുള്ളി പറയുന്നത് നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ അൺലിമിറ്റഡ് ഓപ്ഷൻസിന് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ഏത് ഓപ്ഷനിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ നമ്മൾ കിടന്ന് കുഴയും. ഇത് നമ്മളെ ഡിസിഷൻ പാരാലിസിസിൽ കൊണ്ടെത്തി. നേരെ മറിച്ച് നമുക്ക് റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷനിലേക്ക് നയിക്കും. ആൻഡ് സഡൻലി വി ആർ ഫ്രീ ഫ്രം ഡിസിഷൻ പാരാലിസിസ്. ഈ ഡിസിഷൻ പാരാലിസിസ് എന്നുള്ളൊരു ഫ്രീഡമാണ് ദ ഫ്രീഡം ഓഫ് ലിമിറ്റേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ഫ്രീഡമാണ്. കയ്യിൽ ഇത് മാത്രമേ ഉള്ളല്ലോ, അതുകൊണ്ട് ഇത് മാത്രം വെച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു ഫ്രീഡം, ദ ഫ്രീഡം ഓഫ് ലിമിറ്റേഷൻ. തനി നാടൻ ഭാഷയിൽ ഇതിനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നും പറയും. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ, പടച്ചോൻ നിങ്ങളെല്ലാം സഹായിക്കട്ടെ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് എൻ്റെ തെറ്റിപ്പോയി, അത് തെറ്റിയതൊക്കെ കിടക്കട്ടെ. ഉള്ളത് കൊണ്ട് ചെയ്യുക. ഇപ്പം എന്തായാലും ഒരു പട്ടിയുണ്ട്, ഒരു വീടുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ, ആ ഉള്ളത് വെച്ച് അങ്ങ് ചെയ്യാം. ഒന്നിനെ ഓർത്ത് ബേജാറാവാണ്ട, ഉള്ളത് കൊണ്ട് ചെയ്യാം. ഇപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.